നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള ചലച്ചിത്ര മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ഇപ്പോൾ ദിനം പ്രതി കാണുകയാണ്. നമ്മൾ ഏത് മാധ്യമം തുറന്നാലും ഇപ്പോൾ മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് നടന്മാർക്കെതിരെയും മറ്റു പ്രമുഖർക്കെതിരെയും ഉയർന്നു വരുന്ന പീഡനാരോപണങ്ങൾ, ലൈംഗികാതിക്രമ കേസുകൾ, ബലാത്സംഗ കേസുകൾ തുടങ്ങി നിരവധി കേസുകളാണ് ദിവസവും നടിമാർ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മറ്റാളുകളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ അത് ഒരു കോളിളക്കം തന്നെ മലയാള സിനിമാ ചലച്ചിത്ര ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഏതായാലും ഇത്രയും കാലമായിട്ടും അതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്ന നടന്മാർ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് നടൻ മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം കൂടി രാജിവെച്ചതിന് ശേഷം മോഹൻലാൽ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല എന്നാണ്. സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് എന്ന് വെച്ച് അതിനെയെല്ലാം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ 2 തവണ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായിരുന്നു. ഞാൻ എവിടെയും ഒളിച്ചോടിപ്പോയിട്ടില്ല. എന്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഗുജറാത്തിലും ബോംബെയിലും മദ്രാസിലുമായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ആദ്യം അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്നും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ്, അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കേണ്ടതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, നിങ്ങളെല്ലാവരും മലയാള സിനിമാ ചലച്ചിത്ര ലോകത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങളെ വളച്ചൊടിക്കരുത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തരുത്. മറ്റുള്ള മേഖലയിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ മലയാള സിനിമയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് ആധികാരികമായി പറയാൻ അറിയുന്ന ആളല്ല, എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു, എല്ലാത്തിനും അമ്മയല്ല ഉത്തരം നൽകേണ്ടത്. അഭിഭാഷകരും സിനിമയിലെ തലമുതിർന്ന ആളുകളുമായി സംസാരിച്ചതിന് ശേഷമാണ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് പിന്മാറിയത്. സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ്. മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു. അമ്മ ട്രേഡ് യൂണിയൻ അല്ല, അത് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ സംഘടനയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗമാകുകയാണ്. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ്. ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നതും തനിക്കും അമ്മയ്ക്ക് നേരെയാണ്. ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോട് അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല, അമ്മയ്ക്ക് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട്, ഇൻഷുറൻസ് കൊടുക്കാനുണ്ട്, വീടുകൾ നിർമ്മിച്ചു നൽകാനുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊന്നും നിർത്തിവെച്ചിട്ടില്ല. ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാരവാഹികളുടെയും അനുമതി വാങ്ങിയിട്ടാണ് രാജി തീരുമാനം പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള സിനിമാ വ്യവസായം തകരാൻ പോകുന്ന സ്ഥിതിയാണ്. താൻ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഒരു സൗകര്യവും ഉണ്ടായില്ല. ഒരുപാട് നല്ല താരങ്ങളുടെ വ്യവസായ രംഗമാണ്. മലയാള സിനിമയിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ മേഖലയെ ആകെ തകർക്കരുത്. സർക്കാരും പോലീസും കുറ്റക്കാർക്കെതിരെയുണ്ട്. കോടതി വരെ എത്തി നിൽക്കുന്ന വിഷയമാണിത്. 10,000-കണക്കിന് പേർ ജോലി ചെയ്യുന്ന വ്യവസായ രംഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. എല്ലാത്തിനും സംഘടനയല്ല ഉത്തരം പറയേണ്ടത്. അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വന്നത് എനിക്കും കൂടെയുള്ളവരിലേക്കുമാണ്. മാറി നിൽക്കാമെന്ന് കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകും. കഷ്ടപ്പെട്ട് മുൻപോട്ട് വന്ന മേഖലയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സമാനമായ റിപ്പോർട്ട് എല്ലാ മേഖലയിലും വരണം. സിനിമാ മേഖല തകർന്നാൽ ഒരുപാട് പേർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സംഘടന വേണം, നിയമനിർമ്മാണം ഉണ്ടാക്കണം. ഇത്തരം കാര്യങ്ങളിൽ തളർന്നു പോകുന്നവരാണ് കലാകാരന്മാർ. ആര് സംസാരിച്ചില്ല എന്നതല്ല, ഈ വ്യവസായം തകർന്നു പോകരുത്. എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. കേരള പോലീസിന്റെ കാര്യം അവരാണ് നോക്കേണ്ടത്, ഞാനല്ല. എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, കോടതിയിലിരിക്കുന്ന കാര്യമാണ്. അതിൽ അന്വേഷണം വേണം. അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ പറയാനില്ല. ഇനി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഒരു ദിവസം കൊണ്ട് താരങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് അന്യരായത്? ഒരു ശുദ്ധീകരണം ആവശ്യമായ ഘട്ടമല്ലേ? ഞങ്ങൾ സഹകരിക്കും. കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. മാത്രമല്ല, മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം തനിക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകാനുണ്ട്, തനിക്ക് പോകണം, ഇത് തന്നെയാണ് എൻ്റെ മറുപടി എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരികയായിരുന്നു. ഇതിനൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത് എന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകുന്നുണ്ടായിരുന്നത്. പക്ഷേ കൂടുതൽ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഇത്രയേ പറയാനുള്ളൂ, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയായിരുന്നു.